കൊടുക്കണേ ഷഹന. എക്സ് ഏത് കാറ്റഗറിയാ? എക്സ് മറ്റേ എക്സ്പോണൻഷ്യൽ. എക്സ് പോളിനോമിയല്. പോളിനോമിയല് ഓൾജിബ്രായിക്കില് കേട്ടോ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക്കിൽ വരും. അടുത്തതോ സീക്ക് സ്ക്വയർ എക്സ് ട്രിഗണോമെട്രിക്. എ കഴിഞ്ഞിട്ട് ടി. ആ ഓർഡർ ആണോ നമ്മുടെ ഹൈലൈറ്റിന്റെ ഓർഡറിലാണോന്ന്? അതെ അതെ, ഹൈലൈറ്റിന്റെ ഓർഡറിലാണ്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ സീക്ക് സ്ക്വയർ എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ സീക്ക് സ്ക്വയർ എക്സ്. ഡയറക്റ്റ് ഫോർമുലയിൽ കൊടുത്തോളുക. പറഞ്ഞ ഫാത്തിമ സനം ഫോർമുല അപ്ലൈ ചെയ്ത് പറഞ്ഞേ. റെക്കോർഡ് ചെയ്തിട്ടില്ല. ശരി, ആവണി Sir, x into integral of sec square x dx. Sec square x dx, okay. Minus integral of d by dx of x. Derivative of x into integral of sec square x the whole dx. Whole dx. ശരി. എന്താണ് ഇന്റഗ്രൽ ഓഫ് sec square x? ഇന്റഗ്രൽ ഓഫ് sec square x അലിയ tan x മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് x 1 വരും. sec square x into tan x വരും. 1 into tan x integral tan x dx. This is equal to x tan x minus integral tan x Nusrine integral of tan x log mod sec x plus c. log mod sec x നകത്ത് ഒരു ഇച്ചിരിയോടെ ഉണ്ട്. അല്ലെങ്കിൽ മൈനസ് log mod cos x. അതും നേരെ തിരിഞ്ഞു പോയി കേട്ടോ, നേരെ തിരിഞ്ഞു പോയി. മൈനസ് സീക്കിന്റെ കൂടെയാണ്. മൈനസ് ലോഗ് മോഡ് സീക്ക് എക്സ്, മൈനസ് ലോഗ് മോഡ് സീക്ക് എക്സ് അല്ലെങ്കിൽ പ്ലസ് ലോഗ് മോഡ് കോസ് എക്സ്. ലോഗ് മോഡ് കോസ് എക്സ്, ലോഗ് മോഡ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ടാൻ എക്സ് സീക്ക് എക്സ് ഡിറൈവ് ചെയ്താണ്. എന്തോ ലോഗ് മോഡ് സീക്ക് എക്സ് തന്നെയല്ലേ? മൈനസ് ഉണ്ടല്ലോ. ലോഗ് മോഡ് ഞാൻ പറഞ്ഞ മാറിപ്പോയി നമ്മളെ. മാറിപ്പോയി തോന്നുന്നു. ഒരു സെക്കൻഡ് എപ്പോ പറയാം. ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് സീക്ക് എക്സ് മൈനസ് ലോഗ് മോഡ് കോസ്. ശരിയാ ലോഗ് മോഡ് സീക്ക് എക്സ് ലോഗ് മോഡ് സീക്ക് എക്സ്. ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് സീക്ക് എക്സ്. പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, എനിക്ക് എഡിറ്റ് ചെയ്ത്. ലോഗ് മോഡ് കോസ് എക്സ് കറക്റ്റ് ആണ് കേട്ടോ. ലോഗ് മോഡ് കോസ് എക്സ്, ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി, ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി. ശരിയാണ്. അല്ലെങ്കിൽ മൈനസ് ലോഗ് മോഡ് കോസ് എക്സ്, മൈനസ് ലോഗ് മോഡ് കോസ് എക്സ്, മൈനസ് ലോഗ് മോഡ് കോസ് എക്സ്. അത് വേണ്ട, ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ഏതെങ്കിലും കുഴപ്പമില്ല. ലോഗ് മോഡ് സീക്ക് എക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 13. എഴുതിയില്ലേ? 13 ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ആണ് കേട്ടോ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? അത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ നമ്മൾ ചെയ്തിട്ടില്ല. അത് ഈ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ. നമുക്കൊരു ക്വസ്റ്റൻ ആയിട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് മാത്രമേ ഉള്ളൂ. എല്ലാം ചെയ്യുന്നത് ഒരുപോലെയാണ് കേട്ടോ, എല്ലാം ചെയ്യുന്നത് ഒരുപോലെയാണ്. ഇന്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ എടുക്കുമെന്ന് പറയാമോ? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. പാർട്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് സാധനം വേണം അല്ലെ? പാർട്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം വേണം. ഇവിടെ ഇന്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഒരെണ്ണമേ ഉള്ളൂ. എന്ത് ചെയ്യും? സർ 1 ഇൻറ്റു എടുത്താണോ? ഇൻറ്റു 1 കൊടുത്താൽ മതി കേട്ടോ. into 1 second function. This is equal to integral of tan inverse x
into 1 dx. Integral of tan inverse x equal to integral of tan inverse x into 1 dx എന്ന് വരും. Tan inverse x into 1. Then ഇനി ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. This is equal to integration by parts അപ്ലൈ ചെയ്യുമ്പോൾ റാഫിയ tan inverse x tan inverse x integral x minus ശരി 1 dx integral of 1 dx minus integral dy dx Yes. of tan inverse x derivative of tan inverse x into integral of okay 1 dx. പറഞ്ഞ പോലെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞേ. tan inverse tan x inverse x into x okay minus 1 by integral 1 by 1 plus x square derivative of tan inverse x 1 by 1 plus x square okay into x integral of 1 dx. This is equal to x tan inverse x. Then x ആദ്യം കൊടുത്തുന്നുള്ളൂ കേട്ടോ. x tan inverse x minus integral x by 1 plus x square dx. ഈ രണ്ടാമത്തെ ഇന്റഗ്രലിനെ എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടാമത്തെ ഇന്റഗ്രല് മാളവിക, ആ രണ്ടാമത്തെ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ കാണാം? സർ അത് നമ്മൾ ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, അങ്ങനെ വല്ലാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേ? എക്സ് സ്ക്വയറിന് ടീന്ന് വല്ലതും കൊടുത്തിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് മുകളിലൊരു 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താ. മുകളിലൊരു 2 ഉണ്ട്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. മുകളിലൊരു 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യാം. മുകളിലൊരു 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു. 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു. ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ഹാഫ് ഇത് വരും. ഇന്റഗ്രൽ ഓഫ് 2x by 1 plus x square എന്താ മാളവിക? ഇന്റഗ്രൽ ഓഫ് 2x by 1 plus x square കിട്ടില്ല. എന്താ അഭിരാമി അത്? ഓർക്കണില്ല സർ. ഓർക്കണില്ല. അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. നീ ഓർക്കാതിരിക്കരുത് കേട്ടോ. ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ലോഗ് മോഡ് എഫ് ഓഫ് താഴത്തെ ഡെറിവേറ്റീവ് ഇല്ലേ മുകളിൽ? ഇപ്പൊ താഴത്തെ 1 plus x square താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ. അപ്പോൾ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് താഴെ കിടക്കുന്നത് 1 plus x square plus c. x tan inverse x minus half log mod 1 plus x square plus c. എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെയും ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ എല്ലാം കാണുന്നത് ഈ രീതിയിലാണ്. ഇൻറ്റു 1 എന്ന് കൊടുക്കും. ഇൻറ്റു 1 എന്ന് കൊടുത്തിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യും. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ കാണുന്നത് എല്ലാം ഈ രീതിയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14. Integral of x into log x square, x into log x square dx. X into log x the whole square dx. ഹൈലൈറ്റ് റൂൾ അനുസരിച്ചാണോ കിടക്കുന്നത് ഐഷ സലീമേ? അല്ല സർ, തിരിച്ചെഴുതണം. തിരിച്ചെഴുതണം. ശരി, ഹൈലൈറ്റ് റൂൾ അനുസരിച്ച് തിരിച്ചെഴുതുന്നു. ലോഗരിതം ആദ്യം. ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ദെൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ആൻമേരി, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. സർ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ
integral ആ dx എക്സ് ഡി എക്സ് എക്സിന്റെ എവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് minus integral d by dx of log x whole square into x dx. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് Integral x dx. ഈ ഇന്റഗ്രൽ കേട്ടോ ഈ ഒരിടത്ത് ഈ സാധനം രണ്ടിടത്തും വരും ഇന്റഗ്രൽ എക്സ് ഡി എക്സ് മൊത്തത്തിൽ ഇന്റഗ്രൽ കണ്ടിട്ട് ഡി എക്സ് മൊത്തത്തിൽ ഇന്റഗ്രലിന്റെ ഡി എക്സ്. ശരി, അഭിന ബാക്കി പറഞ്ഞ അഭിന. log x square into 1 minus ഇന്റഗ്രൽ ഓഫ് എക്സ് 1 ഡെറിവേറ്റീവ് ഓഫ് എക്സോ x square by 2 ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ ബൈ 2 integral x square by 2 derivative x 1. ശരി 1 എന്നാ ശരി എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ 2 log x 2 log x into x square by 2. അല്ല പിന്നെ തീർന്നില്ല. 2 log x തീർന്നിട്ടില്ല. ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ 2 log x ഉണ്ട്, അത്ര അല്ല ഉള്ളൂ. divide by മൊത്തം കൊഴിഞ്ഞു മറിഞ്ഞു. ഇവിടെ ഇന്റഗ്രേഷൻ അല്ല ഡിഫറൻസിയേഷൻ ആണ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ഡെറിവേറ്റീവ് ഓഫ് into 1 by x ഇൻറ്റു 1 by x. എക്സിന് പകരം ഇവിടെ ലോഗ് എക്സ് ആലോ. എക്സ് സ്ക്വയർ ആണെങ്കിൽ 2x, എക്സ് സ്ക്വയർ 2x, ലോഗ് എക്സിന്റെ സ്ക്വയർ 2 log x. ഡെറിവേറ്റീവ് ആണ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. ഇവിടെ എക്സിന് പകരം ലോഗ് എക്സ് ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1 by x വരും. ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ് എക്സ് സ്ക്വയർ ബൈ 2 വരും. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ log x the whole square x square log x the whole square by 2 minus ഈ 2 രണ്ടിടത്തും കട്ടായി പോകും അല്ലേ. 2 കട്ടായി പോവും. എക്സ് സ്ക്വയറിന്റെ ഒരു എക്സും കട്ടായി പോവും. ഇന്റഗ്രൽ log x into x dx. This is equal to x square log x the whole square by 2 minus ഇനി എങ്ങനെ ചെയ്യും ഫാത്തിമ ഇസ്മായിലെ? വീണ്ടും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണ്ടേ? വീണ്ടും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. log x into x log x into x നകത്ത് വീണ്ടും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പറഞ്ഞോ. ഒരു ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ, അത് അല്ലെങ്കിൽ തെറ്റിപ്പോകും. മൈനസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുത്തോളണം. log x into integral of x dx minus integral of derivative log 1 by x into integral of x dx. ഓക്കെ ശരി. This is equal to x square log x the whole square by 2 minus log x into integral of x x square by 2 minus integral of derivative of log x. എന്താ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് മിസ്ബ? 1 by x ആണോ? x integral of x x square by 2 dx. X square log x the whole square by 2. X square log x the whole square by 2 minus ഈ മൈനസ് ഓപ്പൺ ചെയ്ത് എഴുതുവാണേ. മൈനസ് ഓപ്പൺ ചെയ്ത് എഴുതുന്നു. മൈനസ് എക്സ് സ്ക്വയർ log x by 2
മൈനസ് ഓഫ് മൈനസ് പ്ലസ്, മൈനസോടെ പ്ലസ് ആവും. ഒരു എക്സ് വെട്ടിപ്പോവും അല്ലെ, ഒരു എക്സ് വെട്ടിപ്പോവും. 1/2 പുറത്തുണ്ട്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ log x square by 2 minus x square log x by 2. Integral of x square by 2 വരും. x square by 2 പുറത്തുള്ള 2 കൂടെ x square by 4 ആകും പ്ലസ് c. സർ ലാസ്റ്റ് ടൈം ഇങ്ങനെ പ്ലസ് ആയേ? ആ മൈനസ് കോമൺ അല്ലേ ഇവിടെ? ഇത് ഈ മൈനസ് കോമൺ അല്ലേ? ഈ മൈനസിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് ഓഫ് മൈനസ്, മൈനസോടെ മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ആയി. ആ രണ്ടാമത്തെ ഇന്റഗ്രൽ കംപ്ലീറ്റ് സബ്ട്രാക്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ ബ്രാക്കറ്റ് കൊടുത്തോളണം. ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ സൈൻ മാറിപ്പോകും. കഴിഞ്ഞ പിള്ളേരെ 15 ഇതുപോലെ തന്നെ കേട്ടോ. 15 ഇതുപോലെ തന്നെയാണ്. അത് പിന്നെ ചെയ്തോളുക നിങ്ങള്. ലോഗ് എക്സ് ഫസ്റ്റിലേക്ക് മാറ്റുക. വേറെ പ്രത്യേകത ഒന്നുമില്ല. ലോഗ് എക്സ് ആദ്യമാക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 1 സെക്കൻഡ് ഫംഗ്ഷൻ ആക്കി ഇട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി. 15ന്റെ പ്രത്യേകത ഒന്നുമില്ല. 16 ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു റിസൾട്ട് എഴുതാനുണ്ട് കേട്ടോ. ഇനിയുള്ള പ്രോബ്ലംസ് വേറൊരു റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങളുടെ ആ ഫോക്കസ് ഏരിയക്കകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടത്. ആ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസും ഇനി പഠിക്കാൻ പോകുന്ന റിസൾട്ടുകൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസും വേണമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫോക്കസിലേക്കകത്ത്. കഴിഞ്ഞ എല്ലാവരും ഒരു റിസൾട്ട് എഴുതിയാൽ മതി. റിസൾട്ട് ഇന്റഗ്രൽ ഓഫ് e raised to x into integral of e raised to x into f of x plus f dash x dx. Integral e raised to x into f of x plus f dash x dx equal to e raised to x into f of x plus c. Integral e raised to x into f of x plus f dash x dx equal to e raised to x into f of x plus c. നമുക്ക് തിരിച്ചൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ എഴുതണ്ട, ഞാൻ പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. ഈ ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എഴുതണ്ട, കണ്ടിരുന്നാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇത് പറഞ്ഞു തന്നെ. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്തുവരും ഭീമ ബിബി? ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പെട്ടെന്ന് പറ. e raised to x തന്നെയാണ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു f of x x. ഇതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണേ? ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഇഹ്സാനെ, മുഹമ്മദ് ഇഹ്സാൻ. ആ പറയടാ. അത് ഇന്റഗ്രേറ്റ് ചെയ്യാനാണോ? അല്ലല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കും? അത് ആദ്യം ഇ റേസ് ടു എക്സിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ ഇ റേസ് ടു എക്സ് തന്നെ വരും. പിന്നെ എഫ് ഓഫ് എക്സിന്റെ 1 വരില്ലേ? 1 വരും. അങ്ങനെയൊന്നും അല്ലടാ. എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാ 1 ആവണേ? എന്താ സ്വാലിഹ?
പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യല്ലേ? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇത് കാണുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് e⁻x ഉം f(x) ഉം. എന്തോരും സാലിഹ പറഞ്ഞേ? e⁻x ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് f(x) നെ നമുക്ക് f'(x) എഴുതാൻ പാടില്ലേ? പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് f(x) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e⁻x. f(x) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e⁻x എത്രയാ? e⁻x തന്നെയല്ലേ? ഡിഫറൻസിയേഷൻ കഴിഞ്ഞില്ലേ നോക്കി. e⁻x ഇൻറ്റു f(x) ന്റെ ഡെറിവേറ്റീവ് e⁻x ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് f(x) f'(x) ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ f(x) e⁻x ന്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു e⁻x കോമൺ ആണ് ഇൻറ്റു, ഞാൻ ഈ f(x) ആദ്യം എഴുതുന്നുള്ളൂ കേട്ടോ, f(x) പ്ലസ് f'(x) എന്ന് എഴുതാൻ പാടില്ലേ? ശരിയല്ലേ പിള്ളേരെ? e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x) എഴുതാം. അപ്പൊ നേരെ തിരിച്ച് ഇതിന്റെ ഇന്റഗ്രൽ ചോദിച്ചാൽ ഇതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? ആൻസർ ഇതായിരിക്കും, e⁻x ഇൻറ്റു f(x). ഇന്റഗ്രൽ ഓഫ് e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x) ഈക്വൽ ടു e⁻x ഇൻറ്റു f(x) പ്ലസ് c എന്ന് വരും. ഇനിയുള്ള നമ്മുടെ ക്വസ്റ്റിനകത്തേക്ക് ഒരു e⁻x ഉണ്ട് കേട്ടോ, ഒരു e⁻x ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് e⁻x വരുന്ന ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫോർമുലയുടെ രൂപത്തിലേക്ക് അറേഞ്ച് ചെയ്യണം, എന്നിട്ട് ആൻസർ എഴുതണം. e⁻x ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് അതിന്റെ ഡെറിവേറ്റീവ് എന്നാക്കണം. e⁻x ന്റെ ഒരു ഫംഗ്ഷൻ പ്ലസ് അതിന്റെ ഡെറിവേറ്റീവ്, ആ രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും കേട്ടോ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തരുള്ളൂ. നമുക്ക് പ്രോബ്ലത്തിൽ നോക്കാം. ബാക്കി 16ലേക്ക് വരെ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇന്റഗ്രൽ e⁻x ഇൻറ്റു sin x പ്ലസ് cos x dx. e⁻x ഇൻറ്റു sin x പ്ലസ് cos x dx ഇതെങ്ങനെ വരും? ആ e⁻x കാണുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ഈ രൂപത്തിലാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഈ ഫോർമുല ഓർമ്മ വരണം. e⁻x കാണുമ്പോൾ ഇതാണ് ഫോർമുല എന്നുള്ള ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. എന്ത് കിട്ടി അനഘ? സർ e⁻x പിന്നെ sin x എഴുതിയാ മതിയോ? f(x) ന്റെ അവിടെ ഞാൻ ചോദിട്ടെ, f(x) sin x, ആ sin x ന്റെ ഡെറിവേറ്റീവ് ആണോ അടുത്ത് കിടക്കണേന്ന് നോക്കി. അല്ല മൈനസ് അതെ cos x അതെ ഈ ഫോർമുലയിൽ കിടക്കണം നോക്കി. ഇന്റഗ്രൽ e⁻x ഇൻറ്റു ഈ sin x f(x) ആണെങ്കിൽ sin x ന് പകരം f(x) എന്ന് കൊടുത്തു, പ്ലസ് sin x ന്റെ ഡെറിവേറ്റീവ് എന്താ? cos x. sin x f(x) ആണെങ്കിൽ cos x അതിന്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പൊ f'(x) അല്ലേ? അപ്പൊ ഈ ഫോർമുല ഡയറക്റ്റ് ആ ഫോർമുലയുടെ രൂപത്തിലല്ലേ കിടക്കുന്നത്. നമുക്കിവിടെ അറേഞ്ച്മെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല, യാതൊരുവിധ അറേഞ്ച്മെന്റ്സിന്റെയും ആവശ്യം ഇവിടെ വരുന്നില്ല. e⁻x ഇൻറ്റു ആദ്യത്തത് ഈ sin x ന് f(x) എന്ന് കൊടുത്താൽ പ്ലസ് അതിന്റെ ഡെറിവേറ്റീവ് ആയ cos x ആണ് അടുത്തത്, പ്ലസ് f'(x dx. ഇങ്ങനെ വന്നാൽ ഇതിന്റെ ആൻസർ e⁻x ഇൻറ്റു f(x) പ്ലസ് c ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? e⁻x ഇൻറ്റു e⁻x sin x പ്ലസ് c ആണ് ആൻസർ. നേരെ ഫോർമുലയുടെ രൂപത്തിലാണ് കിടക്കുന്നത്. സാർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഹൈലൈറ്റ് റൂൾ ഒന്നും നോക്കണ്ടേ? ഓർഡർ ഒന്നും റീഅറേഞ്ചും ചെയ്യണ്ടേ? ഇല്ലില്ല, വേണ്ട. ഇവിടെ നമ്മളെ ഫോർമുല വെച്ച് എഴുതുമല്ലേ? നമ്മളെ ഫോർമുല വെച്ച് എഴുതുവാണ് ഇവിടെ കേട്ടോ. പ്രോഡക്റ്റ് വെച്ചുള്ള ഇന്റഗ്രേഷൻ നമ്മൾ നടത്തണില്ലല്ലോ. നുസ്രിനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല സർ. ഇല്ല. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 17 ചെയ്യുക. Question number 17. Integral x e raised to x by
1 plus x the whole square equal to integral e raised to x നെ ഞാൻ പയ്യെ പുറത്തേക്ക് മാറ്റിട്ടോ e raised to x into x by 1 plus x the whole square dx. E raised to x into x by 1 plus x the whole square dx. നമ്മുടെ ഫോർമുലയുടെ രൂപത്തിലല്ല കേട്ടോ ഇപ്പൊ കിടക്കുന്നത്. ഫോർമുലയുടെ രൂപത്തിലല്ല. ഫോർമുലയുടെ രൂപത്തിലാണെങ്കിൽ e raised to x into എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് ഫംഗ്ഷൻ വേണം. വേണ്ടേ? e raised to x into ഒരു ഫംഗ്ഷൻ വേണം, അതിന്റെ ഡെറിവേറ്റീവും വേണം. ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും ഉണ്ടെങ്കിലാണ് നമ്മുടെ ഫോർമുലയുടെ രൂപത്തിലേക്ക് ആവുള്ളൂ. അങ്ങനെ മാറ്റാനായിട്ട് വല്ല മാർഗം ഉണ്ടോ നോക്കി. ചെറിയൊരു അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. ഇന്റഗ്രൽ e raised to x into ന്യൂമറേറ്ററിനകത്ത് ആ ഡിനോമിനേറ്ററിനകത്ത് 1 plus x the whole square അല്ലേ? ഡിനോമിനേറ്ററിനകത്ത് 1 plus x ആയതുകൊണ്ട് ഞാൻ ന്യൂമറേറ്ററിലും ഒരു 1 ഇവിടെ ആഡ് ചെയ്യുന്നു. 1 plus x minus 1 by 1 plus x the whole square. വ്യത്യാസമില്ലല്ലോ, ശരിയാണോ? നമുക്ക് രണ്ട് ടേം കിട്ടണം. e raised to x into f of x plus f dash x. രണ്ട് ടേം ആ ബ്രാക്കറ്റിൽ വരണം. രണ്ട് ടേമിന്റെ സം ആയിട്ട് വരണം. നമുക്കിവിടെ x ബൈ എന്നുള്ളൂ. താഴെ 1 plus x ആയതുകൊണ്ട് മുകളിൽ ഒരു 1 ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ന്യൂമറേറ്റർ മാറ്റമല്ലോ, x തന്നെയല്ലേ. ഇനി സ്പ്ലിറ്റ് ചെയ്യുന്നു കേട്ടോ. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ this is equal to integral e raised to x into 1 plus x by 1 plus x square. 1 plus x by 1 plus x square minus 1 by 1 plus x square dx. Integral e raised to x into എന്ത് വരും ബാക്കി? മുദാസിറെ, വൺ പ്ലസ് എക്സിന് ഹോൾ സ്ക്വയർ അടിയിലുള്ള സ്ക്വയർ വെട്ടിക്കളയാൻ പറ്റില്ല. ഒരെണ്ണം വെട്ടിക്കളഞ്ഞ ബാക്കി 1 by 1 plus x. 1 by 1 plus x. ശരി. മൈനസ് 1 by 1 plus x ഹോൾ സ്ക്വയർ. ഞാനിവിടെ പ്ലസ് ആക്കുന്നു. പ്ലസ് മൈനസ് 1 by, അതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല. പ്ലസ് മൈനസ് 1 by 1 plus x square dx. അപ്പൊ നമ്മുടെ ഫോമിലേക്ക് ആയി നോക്കി. ഈ ആദ്യത്തെ ഡെറിവേറ്റീവ് ആണ് രണ്ടാമത് കിടക്കുന്നത് നോക്കി. f of x equal to 1 by 1 plus x. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താന്ന് പറഞ്ഞ വളരെ 1 by x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1 by x ന്റെ ഡെറിവേറ്റീവ് എന്താനക? Derivative of 1 by x. Anaga. Sir, മറന്നുപോയി റൂട്ട് 1 by x ന്റെ അറിയാമല്ലെങ്കിൽ x നെ മുകളിലേക്ക് എടുക്കുക, എന്നിട്ട് പറ. അല്ല ഞാൻ ഇപ്പൊ പേര് എഴുതി വയ്ക്കും ഇവിടെ. അപ്പൊ x raised to -1. അപ്പൊ അങ്ങനെ എന്താ അതിന്റെ എന്താ ഡെറിവേറ്റീവ്? -1. -1 എത്രയാവട്ടെ? എന്താ നെസ്റിനെ? -1 by x square. -1 by x square. അപ്പൊ ഇവിടെ എന്ത് വരും? 1 by 1 plus x ന്റെ ഡെറിവേറ്റീവ് -1 by 1 plus x whole square. -1 by 1 plus x whole square. ആദ്യത്തെ ഡെറിവേറ്റീവ് ആണ് രണ്ടാമത് കിടക്കുന്നത്. 1 by 1 plus x ന്റെ ഡെറിവേറ്റീവ് ആണ് -1 by 1 plus x whole square. നമ്മുടെ ആ ഫോർമുല അനുസരിച്ചായിട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ e raised to x into 1 by 1 plus x plus c. That is e raised to x by 1 plus x plus c ആണ്.
ഇ റേസ് ടു എക്സിന്റെ വരുവാണെങ്കിൽ ഇ റേസ് ടു എക്സിനെ പുറത്തേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് ഒരു ഫംഗ്ഷൻ പ്ലസ് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് എഴുതാൻ പറ്റണം. അങ്ങനത്തെ ചോദിക്കുള്ളൂ കേട്ടോ നിങ്ങളോട്. ഒരു ഫംഗ്ഷൻ പ്ലസ് അതിന്റെ ഡെറിവേറ്റീവ്. അടുത്ത 18 കഴിഞ്ഞില്ലേ മക്കളെ? ഇതിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ 18 ചെയ്തു. 18-നകത്ത് നമുക്ക് നോക്കാം, തുടങ്ങിയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് into 1 plus sin x by 1 plus cos x. നമുക്ക് രണ്ടാക്കി മാറ്റണം കേട്ടോ. ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഈ 1 പ്ലസ് സൈൻ എക്സ്, ഇ റൈസ് ടു എക്സ് പുറത്തുണ്ട്, 1 പ്ലസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സിനെ രണ്ടാക്കി മാറ്റണം. തൽക്കാലം 1 പ്ലസ് സൈൻ എക്സ് ന്യൂമറേറ്റർ അങ്ങനെ നിൽക്കട്ടെ, ഡിനോമിനേറ്റർ ഒന്നാക്കി മാറ്റി 1 പ്ലസ് കോസ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 പ്ലസ് കോസ് എക്സിന് പകരം ഡിനോമിനേറ്റർ ഒറ്റ മതിയല്ലോ, ഡിനോമിനേറ്റർ ഒരു ടേം ആക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എന്താ 1 പ്ലസ് കോസ് എക്സിന് പകരം എന്ത് എഴുതാം? 1 പ്ലസ് കോസ് എക്സ്. എന്താണ് 1 പ്ലസ് കോസ് 2x? മൊത്തം പ്രശ്നമായി. 1 പ്ലസ് കോസ് എക്സിന് പകരം എന്ത് കൊടുക്കുക എന്നാണ് നമുക്കറിയേണ്ടത്. 1 പ്ലസ് കോസ് 2x എന്താണ്? അല്ലെങ്കിൽ 1 പ്ലസ് കോസ് 2x ബൈ 2 എന്താണ്? എന്താ മോളെ? 1 plus cos 2x by 2 sin square x അല്ലേ? 1 പ്ലസ് കോസ് 2x ബൈ 2. 1 plus cos 2x equal to 2 sin square x എന്നൊരു 1 മൈനസ് കോസ് 2x അല്ല സാർ, അല്ല. cos 2x equal to 2 cos square x minus 1 അത് വെച്ചാണോ പറയണത്? സൈൻ ആകുമ്പോ നിനക്ക് മൈനസ് ആവും. സഫിമോള് പറഞ്ഞ റിസൾട്ട് കോസ് വരില്ലേ? ഞാൻ സൈൻ പറഞ്ഞെടുത്ത് കോസ് വരില്ലേ? സൈൻ പറഞ്ഞെടുത്ത് കോസ് വരും കേട്ടോ. സൈൻ പറഞ്ഞെടുത്ത് കോസ് വരും. അപ്പൊ ഒന്ന് പറഞ്ഞ എന്താന്നുള്ളത്? 1 പ്ലസ് കോസ് 2x ഈക്വൽ ടു ശരിയാന്നേ പറഞ്ഞോ? 2 cos square x. 2 cos square x. ഇത് 1 മൈനസ് വന്നാലോ കേട്ടോ സൈൻ ആവണത്. 1 പ്ലസ് കോസ് 2x 2 cos square x ആണ്. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് കോസ് എക്സ്, 1 പ്ലസ് കോസ് എക്സ് എന്തായിരിക്കും? ആംഗിൾ പകുതിയാക്കി പോവാ. 1 പ്ലസ് കോസ് എക്സ് 2 cos square x by 2. 2 cos square x by 2. 2 cos square x by 2 ആണ്. 2 cos square x by 2 എന്ന് കൊടുക്കും. 2 cos square x by 2 dx. ഇനി സ്പ്ലിറ്റ് ചെയ്യും കേട്ടോ. 1 ബൈ ഡിനോമിനേറ്റർ പ്ലസ് സൈൻ എക്സ് ബൈ ഡിനോമിനേറ്റർ അതിനെ സ്പ്ലിറ്റ് ചെയ്യും. നമുക്ക് രണ്ട് ടേം ആക്കി മാറ്റണമല്ലോ. എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു. എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. This is equal to e raised to x into 1 by 2 cos square x by 2 plus sin x by 2 cos square x by 2 equal to e raised to x into half 1 by cos square x by 2 നെ എങ്ങനെ എഴുതാം? 1 by cos square x by 2 ന് പകരം പാരിസേ 1 by cos square x by 2 റെസിപ്രോക്കൽ പാരിസ് 1 by cos square എങ്ങനെ എഴുതാം? 1 by cos square മേളിലായിട്ട് എടുക്കുമ്പോഴാണോ? അതെന്താവും? 1 by cos square എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ലോ. അത് 1 by cos square സീക്ക്
6 square. 6 square x by 2. 6 square x by 2 now. Half 6 square x by 2. 1 by 2 ഇവിടെ കിടന്നു. 1 by cos square 6 square x by 2 plus. ഈ മുകളിൽ കിടക്കുന്ന sin x നെ ഒന്ന് മാറ്റി എഴുതണം കേട്ടോ. sin x നെ sin 2x എന്താ sin 2x ന്റെ ഫോർമുല? sin 2x equal to എന്ത് വരും? എന്താ സാമുവലെ sin 2x? അറിയില്ല സർ. sin 2x equal to എന്താ ബിന sin 2x? അറിയില്ലാന്നോ sin 2x? ശരി, sin 2x equal to പറഞ്ഞ ഐഷാന. ഓർത്തില്ല സർ. ആ ഞാൻ ഓർത്തു ഇനിയിപ്പൊ അറിയില്ല എന്നങ്ങനെ പറയുന്നത്. അപ്പൊ അതിന് പുതിയ വാക്ക് കണ്ടുപിടിച്ചു, ഓർക്കണില്ല. ശരി, ഷെറിൻ തോമസേ. ഷെറിൻ തോമസ് മിക്കവാറും മറന്നുപോയി കാണും. മറന്നുപോയോ? ശരി, നിങ്ങൾ ഇനി ഓരോരോ പുതിയ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. sin 2x equal to എന്താ ആൻമേരി? സർ അറിയില്ല. അറിയാവുന്നവരൊന്ന് കൈവക്കി. ശരി, പറഞ്ഞോ സലാഹുദ്ദീനെ. sin 2x 2 sin x cos x. sin 2x equal to 2 sin x cos x. 2 sin x cos x. അങ്ങനെയാണെങ്കിൽ sin x ഓ? 2 sin x by 2 cos x by 2. 2 sin x by 2 cos x by 2. 2 sin x by 2 cos x by 2. താഴെ 2 cos square x by 2. 2 2 കട്ടായി പോവും, ഒരു കോസും കട്ടായി പോവും. ഇന്റഗ്രേഷൻ സൈൻ ഇട്ടില്ലായിരുന്നു കേട്ടോ. ഇന്റഗ്രേഷൻ ഉണ്ട്, ഇന്റഗ്രേഷൻ ഉണ്ട് കേട്ടോ. ആദ്യം this is equal to integral e raised to x into 1 by 2 sec square x by 2 plus sin x by 2 by cos x by 2 വരും. sin x by 2 plus cos x by 2 tan x by 2 dx. ഞാൻ ഇതൊന്ന് തിരിച്ചു എഴുതുന്നു കേട്ടോ. e raised to x into tan x by 2 plus half 6 square x by 2 എന്ന് എഴുതി. ഒന്ന് തിരിച്ചെഴുതിയെന്നുള്ളൂ. dx. ആ ടേമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. tan x by 2 plus half 6 square x by 2. എന്താ tan x by 2 ന്റെ ഡെറിവേറ്റീവ് ഐഷ സലീമേ? tan x by 2 യുടെ tan x tan ന്റെ ഡെറിവേറ്റീവ് പറയാട്ടോ. sec x tan x. sec x. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് sec x എന്താ? sec x സർ മറന്നുപോയി സർ. മറക്കരുതെന്നേ, മറക്കരുത്. എന്താ നുസ്രിനെ? sec square x അല്ലേ? tan x ന്റെ ഡെറിവേറ്റീവ് sec square x. ഡെറിവേറ്റീവ് ഓഫ് tan x sec square x. അപ്പോൾ tan x by 2 ന്റെ നുസ്രിനെ Nusrin NU. sec square x by 2. 6 square x by 2. x by 2. tan x ന്റെ sec square x, tan x by 2 ന്റെ sec square x by 2. അത്രേ ഉള്ളോ? നിങ്ങൾ മുഴുവൻ മറന്നുപോയില്ല പിള്ളേരെ. എങ്ങനെ മറന്നുപോയി എന്ത് ചെയ്യും? sec square x by 2 into അവിടെ x ന് പകരം x by 2 അല്ലേ? x ന് പകരം x by 2 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? x ന് പകരം എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. x by 2 ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വരും അത്? half into x raised to
മൈനസ് ഹാഫും കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ഹാഫും കൊണ്ട് അതെങ്ങനെയാ നസ്രനെ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ ടു ഞാൻ മുകളിൽ എന്ന് പറഞ്ഞത് എന്തോ? എക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ ഹാഫ് എക്സ് ആണല്ലോ. അതെ അതെ, ഹാഫ് എക്സ് ആണ്. ഞാൻ ഹാഫ് എക്സ് എഴുതാം, കുഴപ്പമില്ല. അതിന്റെ ഡെറിവേറ്റീവ് എത്രയാ? അപ്പോ ഹാഫ് ഇൻറ്റു എക്സ് ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു കിട്ടണല്ലോ സാർ. ഹാഫ് പുറത്തേക്ക് മാറ്റി. എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? എക്സിന്റെ ഡെറിവേറ്റീവ് 1. 1. പിന്നെ എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? ഹാഫ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഇൻറ്റു 1/2 ആണ് വരുന്നത് കേട്ടോ. ഇൻറ്റു 1/2 ഹാഫ് സീക്സ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് വരും. ഈ ടാൻ എക്സ് ബൈ 2ന്റെ ഡെറിവേറ്റീവ് ആണ് രണ്ടാമത് കിടക്കുന്നത്. ഹാഫ് സീക്സ് സ്ക്വയർ എക്സ് ബൈ 2 ടാൻ എക്സ് ബൈ 2ന്റെ ഡെറിവേറ്റീവ് ആണ്. ഇപ്പൊ നമ്മുടെ ഫോർമുല അനുസരിച്ചായിട്ടോ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ്, അതായത് ഇ റേസ് ടു ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ആദ്യത്തേത് ടാൻ എക്സ് ബൈ 2 പ്ലസ് രണ്ടാമത് കിടക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ബൈ 2 ആണ് കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ബൈ 2 ആണ്. ഇങ്ങനെ വന്നാൽ ആൻസർ എന്ത് കിട്ടും? ഇ റേസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് ബൈ 2 എന്ന് വരും പ്ലസ് സി. ഇ റേസ് ടു എക്സ് ടാൻ എക്സ് ബൈ 2 ടാൻ എക്സ് ബൈ 2ന്റെ ഡെറിവേറ്റീവ് ആണ് പിന്നെ കിടക്കുന്നത് ഹാഫ് സീക്സ് സ്ക്വയർ എക്സ് ബൈ 2. പത്തൊമ്പത് ഡയറക്റ്റ് ആണ് കേട്ടോ, ഞാൻ ചെയ്യുന്നില്ല. 19 ഡയറക്റ്റ് ആണ്. 1/xന്റെ ഡെറിവേറ്റീവ് ആണ് -1/x², അല്ലെ? 19 നോക്കി, ഡയറക്റ്റ് ആണ്. ആദ്യത്തെ 1/x അതിന്റെ ഡെറിവേറ്റീവ് ആണ് -1/x². അതിനകത്ത് അറേഞ്ച്മെന്റ്സ് ഒന്നും വരുന്നില്ല. ഒരു പ്ലസ് ഇട്ടിട്ട മൈനസ് മുകളിലേക്ക് ഇട്ടാൽ മാത്രം മതി. 20 ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20. Integral of e raised to x under x minus 3 by x minus 1 dx. ഒരു അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. നമ്മൾ ഇന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഏകദേശം 17ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെയൊക്കെ. അതുപോലെ തന്നെ എന്ന് പറയുന്നില്ല. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇതിനെ ബാക്കിയുള്ളതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ന്യൂമറേറ്ററിനെ എങ്ങനെ മാറ്റാം? എങ്ങനെ മാറ്റും ന്യൂമറേറ്ററിനെ? ന്യൂമറേറ്ററിൽ എക്സ് മൈനസ് 3 ഉണ്ട്, താഴെ എക്സ് മൈനസ് 1 ഉണ്ട്. രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ്. എക്സ് മൈനസ് 1 മൈനസ് 2. എക്സ് മൈനസ് 3നെ എക്സ് മൈനസ് 1 മൈനസ് 2 എന്നാക്കി. താഴെ എക്സ് മൈനസ് 1 ആയതുകൊണ്ടാണ് കേട്ടോ. താഴെ എക്സ് 19ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ ചെയ്തത്. താഴെ 1+x ആയതുകൊണ്ട് മുകളിൽ ഒരു 1 ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. മുകളിൽ 1 ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. സർ എക്സ് മൈനസ് 1 ക്യൂബ് അല്ലേ? എക്സ് മൈനസ് 1 ക്യൂബില്ലല്ലോ. എക്സ് മൈനസ് 3 എന്നല്ലേ ഉള്ളൂ. താഴെ താഴെ ഓക്കെ താഴെ ക്യൂബ് ഉണ്ടല്ലോ. ഓക്കെ താഴെ എക്സ് മൈനസ് 1 ക്യൂബ്. ശരി. എക്സ് മൈനസ് 1 ക്യൂബ് ഉണ്ട് താഴെ ഉണ്ട്. ഞാൻ അത് കണ്ടില്ലായിരുന്നു. താഴെ എക്സ് മൈനസ് 1 ക്യൂബ്. ശരി, ഓക്കെ. എക്സ് മൈനസ് 3നെ എക്സ് മൈനസ് 1 മൈനസ് 2. ഓക്കെ, താഴെ ക്യൂബ് ഉണ്ട്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. This is equal to integral e raised to x into x minus 1 by x minus 1 cube minus 2 by x minus 1 cube dx. This is equal to integral of e raised to x into
എക്സ് മൈനസ് വൺ ഒരെണ്ണം ക്യാൻസൽ ആയി പൊക്കോളും. 1/(x-1) സ്ക്വയർ പ്ലസ് -2 ഈ മൈനസ് ഇപ്പുറത്തേക്ക് മാറ്റിട്ടോ (x-1) ക്യൂബ് dx. ആലോചിച്ച് നോക്കി എന്ത് വരും? ആൻസർ കിട്ടിയോ ഷെറിനെ? ഷെറിൻ ഇല്ല സർ. ഇല്ല. പിന്നെ ഷെറിനെ വെട്ടമല്ലേ മുറിക്കാത്തത്? കാണാൻ പാടില്ലല്ലോ. ഇത്രേ ഉള്ളൂ. അഭിരാമി സാർ ആ എന്ത് കിട്ടി അഭിരാമി? കിട്ടിയില്ല സാർ. കിട്ടിയില്ല. ഈ 1/(x-1) ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, ആദ്യത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് 1/(x-1) ഹോൾ സ്ക്വയർ. അത് നമുക്ക് വേണമെങ്കിൽ (x-1) നോക്കാം കേട്ടോ. എന്താ അതിന്റെ ഡെറിവേറ്റീവ് അഭിരാമി? -2 × (x-1) ആ × 1 -2 × (x-1) × 1 ഡെറിവേറ്റീവ് ഓഫ് (x-1). അതിന് മുമ്പ് പറഞ്ഞ ശരിയായില്ലല്ലോ. (x-1) ഡെറിവേറ്റീവ് എത്രയാ? -2 × (x-1) the whole raised to -1. All raised to -1 അല്ല -3. -2 × (x-1) raised to -3 ആണ് അതിന്റെ ഡെറിവേറ്റീവ്. അതായത് -2/(x-1) ക്യൂബ് ആണ്. ഈ ആദ്യത്തെ ഡെറിവേറ്റീവ് ആണ് രണ്ടാമത് കിടക്കുന്നത്. 1/(x-1) the whole സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് രണ്ടാമത് വന്നിരിക്കുന്നത്. This is equal to integral of e⁻x into 1/(x-1) the whole square plus derivative of 1/(x-1) the whole square ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ആൻസർ റൂബി ഇന്റഗ്രൽ എന്തായിരിക്കും? e⁻x 1/(x-1) the whole square plus c. e⁻x/(x-1) the whole square plus c. e⁻x/(x-1) the whole square plus c. Okay. ഈ എക്സസൈസ് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 2 മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. മറ്റു 2 CBSE ക്വസ്റ്റ്യൻസ് ആണ്. അതിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. അടുത്ത ഹെഡിങ് കൊടുത്തുള്ളുക ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. Definite integrals. Definite integrals.
ഡെഫിനിറ്റ് ഇന്റഗ്രൽ. എന്താ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഇനി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയിരിക്കും കേട്ടോ. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും നമുക്കിനി വരും വർഷങ്ങളിലാണല്ലോ നിങ്ങൾ ഇനി ഹയർ സ്റ്റഡീസ് പോകുമ്പോഴേക്കും ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ഒക്കെ ഡെഫിനിറ്റ് ഇന്റഗ്രലാണ് വരുന്നത്. എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ? അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് ഇത്ര നേരം? ഇനിയാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ പഠിക്കാൻ പോണത്. ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്ന സാധനം എന്താ? ഇൻഡെഫിനിറ്റ് ആണ്. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പഠിക്കാൻ പോകുന്ന ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ് ആ വ്യത്യാസം? ലിമിറ്റ്സ് ഉണ്ടായിരിക്കും. ലിമിറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. ഇന്റഗ്രൽ 1 to 2 ഇതുപോലെ ഉണ്ടോ? ഇന്റഗ്രൽ 1 to 2x dx. ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ആയിരുന്നെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയിരുന്നു. ഇന്റഗ്രൽ 1 to 2 ഇന്റഗ്രേഷൻ നമ്മൾ ഇപ്പൊ പഠിച്ച റൂൾസ് തന്നെ കേട്ടോ. ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾ നിലവിൽ പഠിച്ച റൂൾസുകൾ ഉപയോഗിച്ച് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതിനുശേഷം ലിമിറ്റ് കൂടി കൊടുക്കണം. അത്രയും വ്യത്യാസമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് തന്നെ നമുക്ക് നോക്കാം. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ആണ് എങ്ങനെ വരുമായിരുന്നു? ഇവിടെ സ്ഥലം ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. എന്താണ് ഇന്റഗ്രൽ എക്സ് ഡി എക്സ്? എന്താ റാഫിയ ഇന്റഗ്രൽ എക്സ് ഡി എക്സ്? എക്സ് സ്ക്വയർ ബൈ 2. ഇനി ഇന്റഗ്രൽ 1 to 2 എക്സ് ഡി എക്സ് എന്നാണ് ക്വസ്റ്റൻ എങ്കിൽ നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യും എക്സ് സ്ക്വയർ ബൈ 2. ആദ്യത്തേനകത്ത് റാഫിയ ഇവിടെ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി കേട്ടോ, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്നെടുക്കും, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ദെൻ ഡെഫിനിറ്റ് ഇന്റഗ്രലിനകത്ത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി തൊട്ട് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്യുമ്പോൾ ലിമിറ്റ് ഉണ്ടെങ്കിൽ പ്ലസ് സി എടുക്കണ്ട. പറഞ്ഞു മനസ്സിലായോ? ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ പ്ലസ് സി എടുക്കണ്ട. എടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് പ്ലസ് സി എടുക്കേണ്ട ആവശ്യം ഇല്ല ഡെഫിനിറ്റ് ഇന്റഗ്രലിനകത്ത്. എക്സ് സ്ക്വയർ ബൈ 2 അത്ര മതി. ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എക്സ് സ്ക്വയർ ബൈ 2. ഇനി നമ്മൾ ഇതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് ഇങ്ങനെ കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ബ്രാക്കറ്റിന് പുറത്തെടുക്കും, ലോവർ ലിമിറ്റ് താഴെ കൊടുക്കും, അപ്പർ ലിമിറ്റ് മുകളിലും കൊടുക്കും. അപ്പർ ലിമിറ്റ് 2 ആണ്, ലോവർ ലിമിറ്റ് അതായത് താഴെ എഴുതിയിരിക്കുന്നത് ലോവർ ലിമിറ്റ്. താഴെ എഴുതിയിരിക്കുന്നത് ലോവർ ലിമിറ്റ് ആണ് 1 ആണ്. മുകളിൽ എഴുതിയിരിക്കുന്നത് അപ്പർ ലിമിറ്റ് ആണ്, അത് 2ഉമാണ്. ഇനി ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സിന് പകരം 2 കൊടുത്താൽ 2 സ്ക്വയർ 4/2 അപ്പർ ലിമിറ്റ് ആയി. മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് പകരം 1 കൊടുക്കണം. എക്സിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ 1/2. 4/2 മൈനസ് 1/2 4/2 2 വരും. 2 മൈനസ് 1/2 ഈക്വൽ ടു 3/2. ഇതാണ് ആൻസർ, 3/2. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഒരു ലിമിറ്റ് കൂടി ഉണ്ടായിരിക്കും. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ പോലെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് ഇപ്പൊ പഠിച്ച എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കണോ അതൊക്കെ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക. കുറച്ച് പറയാൻ കേട്ടോ. ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് എക്സിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു മൈനസ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. നമുക്ക് ഇന്നത്തെ പഠിക്കാനുള്ളത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഏതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. വേറെ പുതിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് മുകളിലുള്ളതാണ്, അപ്പർ ലിമിറ്റ് കൊടുക്കണം. മൈനസ് താഴെയുള്ള ലോവർ ലിമിറ്റും കൊടുക്കണം. ലോവർ ലിമിറ്റും കൊടുക്കണം. എഴുതാം കേട്ടോ, എഴുതാനൊക്കെ എഴുതാം. അതിന് ഒരു എക്സാമ്പിളോടെ നോക്കിയിട്ട് നമുക്ക് പോകാം. ഇന്റഗ്രൽ 2 to 3 എക്സ് സ്ക്വയർ പ്ലസ് 1 dx. ഇന്റഗ്രൽ 2 to 3 എക്സ് സ്ക്വയർ പ്ലസ് 1 dx. ഇതൊന്ന് പറഞ്ഞു തന്നെ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ലാത്ത പിള്ളേരെ. എപ്പോഴാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത്?
ഇന്റഗ്രേഷന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് നസ്ന ഇന്റഗ്രേഷന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ടി ഇട്ട് കൊടുക്കുന്നതാണോ? അതെ, അത് എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്? അത് കണ്ടുപിടിക്കാൻ. കണ്ടുപിടിക്കാനാണ്. ഏത് സാഹചര്യത്തിലാണ് കൊടുക്കുന്നത്? വലിയതൊക്കെ വരുമ്പോ. വലിയത് വരുമ്പോൾ അല്ല, വലിയത് വരുമ്പോഴല്ല. എപ്പോഴാ നെസ്റിൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത്? എപ്പോഴാ ഇന്റഗ്രേഷന്? അറിയാൻ പാടില്ലാത്ത ടൈം വരുമ്പോൾ. അറിയാൻ പാടില്ലാത്ത ടൈം വരുമ്പോൾ. അറിയാൻ പാടില്ലാത്ത ഉദ്ദേശിച്ചത് നമുക്ക് ഇന്റഗ്രേഷന്റെ കുറച്ച് ഫോർമുലാസ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷന്റെ ഫോർമുലാസും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് അത് അപ്ലൈ ചെയ്യാമെങ്കിൽ അപ്ലൈ ചെയ്ത് എഴുതുക, സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഫോർമുലയിലേക്ക്, ഇന്റഗ്രേഷൻ അറിയാവുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇന്റഗ്രേഷൻ അറിയാവുന്ന ഫോർമുലാസും കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുലയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, കൺവെർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത്. അറിയില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് അറിയാവുന്ന രീതിയിലേക്ക് മാറ്റുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഇന്റഗ്രേറ്റ്, ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുക, അല്ലാണ്ട് ചെയ്യാമെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിൽ അല്ലാതെ ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കണം, ലോവർ ലിമിറ്റ് രണ്ടാമത് കൊടുക്കണം. അവ തമ്മിലുള്ള ഡിഫറൻസും കാണണം. അതാണ് നമുക്ക് വരുന്നത്. ശരി, ഇവിടെ ഒന്ന് പറഞ്ഞു തന്നെ ഇന്റഗ്രൽ 2 to 3 x² + 1 dx ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? പറഞ്ഞ ഷെറിനെ ഇതിന്റെ ഇന്റഗ്രൽ ആദ്യം. ഇന്റഗ്രൽ ഓഫ് x² + 1 എത്രയാണ്? അറിയില്ല. ഷെറിൻ ഒന്നും നോക്കുന്നില്ല കേട്ടോ, ഒന്നും നോക്കുന്നില്ല. ശരി, ഞാൻ വേറെ വീട്ടില, അപ്പൊ എനിക്ക് നോക്കാൻ ബുക്കില്ല. ഷെറിൻ ഇതൊക്കെ നേഴ്സറി പഠിക്കുന്ന പിള്ളേർ പറഞ്ഞ കാരണങ്ങളല്ല. അന്ന ഇന്റഗ്രൽ ഓഫ് x² + 1 dx. സാർ ഞാൻ മറന്നുപോയി. മറന്നുപോയെങ്കിൽ ഞാൻ ഇവിടെ ഇടയ്ക്ക് ഓർക്കാൻ വേണ്ടി പേര് എഴുതി വെക്കാൻ. മിസ്ബ, ഇന്റഗ്രൽ ഓഫ് x² + 1. x² x³/3. x² ഇന്റഗ്രൽ x³/3. ആം, 1 x പ്ലസ് 1 x പ്ലസ് c എഴുതണ്ട കേട്ടോ. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വേണ്ട, ഇത്രോ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? 2 to 3 ആണ്. 2 to 3 ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ ബ്രാക്കറ്റിന്റെ പുറത്ത് കൊടുക്കും. ഒരു ബ്രാക്കറ്റിൽ ആ ഇന്റഗ്രേറ്റ് ചെയ്ത സാധനത്തിന് ഒരു ബ്രാക്കറ്റിലാക്കിയിട്ട് ആ ബ്രാക്കറ്റിന്റെ പുറത്ത് 2 to 3 എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. ലോവർ ലിമിറ്റ് താഴെ, അപ്പർ ലിമിറ്റ് മുകളിലും. ഇനി എക്സിന് പകരം അപ്പർ ലിമിറ്റ് ആയ 3 കൊടുക്കുക. അപ്പർ ലിമിറ്റ് ആയ 3 കൊടുക്കുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 3³/3 + 3 അപ്പർ ലിമിറ്റ് ആയി. അടുത്ത ബ്രാക്കറ്റിലെ ലോവർ ലിമിറ്റും ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തോട്ടോ, അല്ലെങ്കിൽ തിരിച്ചറിയും. ഒരു ബ്രാക്കറ്റിൽ അപ്പർ ലിമിറ്റ് കൊടുത്തു, അടുത്ത ബ്രാക്കറ്റിൽ ലോവർ ലിമിറ്റ് കൊടുക്കും. ലോവർ ലിമിറ്റ് എക്സിന് പകരം 2 ആണ്. 2³/3 + 2. ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണണം, മൈനസ് കുറയ്ക്കണം. (3³/3) 3³/3 27/3 9 വരും. 9 + 3 12. 2³ 8 8/3 + 2. 12 - 14/3. 36 - 14/3 ആണ്. വളരെ വ്യത്യാസം പറഞ്ഞോളണം കേട്ടോ. 22/3.
22/3 എന്ന് കിട്ടും. ഇതാണ് കേട്ടോ ഡെഫിനിറ്റ് ഇന്റഗ്രൽ. നമുക്ക് പഠിക്കാനുള്ള കാര്യം എത്രേ ഉള്ളൂ. ഡെഫിനിറ്റ് ഇന്റഗ്രൽ നേരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് റിസൾട്ട് മാത്രം ഒന്ന് എഴുതി വെക്കാം. മനസ്സിലാവാനുള്ള കാര്യം മതിയല്ലോ. തൽക്കാലം എത്ര എഴുതിയാൽ മതി. ഇന്റഗ്രൽ നോട്ട് ചെയ്ത് വെച്ചിട്ടോ. ഇന്റഗ്രൽ a to b f of x dx equal to integral a to b f of x dx equal to capital F of x. Capital F of x ആ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് കേട്ടോ a to b. വേണേ സൈഡിൽ എഴുതി വെച്ചേ. Integral of small f of x dx equal to capital F of x. Small f of x നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ആൻസർ, സ്മോൾ എഫ് ഓഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ആൻസറിനാണ് ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് a to b ഈക്വൽ ടു ഇതിന്റെ ആൻസർ എന്തായിരിക്കും? എന്തായിരിക്കും ആൻസർ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ സാലിഹ? എക്സിന് ഒരു അപ്പർ ലിമിറ്റ് കൊടുക്കണം. എക്സിന് ഒരു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അത്ര എഴുതിയാൽ മതി. ഇന്റഗ്രൽ a to b f of x dx equal to ഇന്റഗ്രേറ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. എക്സാമ്പിൾ എഴുതിക്കോട്ടോ. ഇന്റഗ്രൽ 2 to 3 x square plus 1 dx. Example 1. ആ റിസൾട്ട് എഴുതിയതിന്റെ സൈഡിൽ മക്കളെ നോ നീഡ് ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് നിങ്ങളൊന്ന് എഴുതി വെച്ചേരെ. ആ റിസൾട്ട് എഴുതിയതിന്റെ സൈഡിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് എഴുതി വെച്ചേരെ. നോ നീഡ് ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്. ആർബിട്രറി കോൺസ്റ്റന്റ് വേണ്ട, നമ്മൾ പറഞ്ഞതാണ്, എഴുതാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. നോ നീഡ് ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വേണ്ട. ഇനി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതി കഴിഞ്ഞാലും അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആ കോൺസ്റ്റന്റ് വരും, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആ കോൺസ്റ്റന്റ് വരും, കുറയ്ക്കുമ്പോൾ അത് പോകും. അത് എഴുതേണ്ട ആവശ്യമില്ല. കഴിഞ്ഞവര് ഇത് കഴിഞ്ഞെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞവര് ഇത് ചെയ്തോളൂ കേട്ടോ. ഇന്റഗ്രൽ എക്സാമ്പിൾ 2 ആണ്. ഇന്റഗ്രൽ 0 to 2π. ഇന്റഗ്രൽ 0 to 2π അല്ല. ഇന്റഗ്രൽ 0 to π/4. ഇന്റഗ്രൽ 0 to π/4 sin 2x dx. ഇന്റഗ്രൽ 0 to π/4 sin 2x dx. കഴിഞ്ഞവർക്ക് അത് ചെയ്യാം. ഇന്റഗ്രൽ 0 to π/4 sin 2x dx. Integral 0 to π/4 sin 2x dx. sin 2x dx. എന്താണ് sin 2x ന്റെ ഇന്റഗ്രൽ? sin 2x ന്റെ ഇന്റഗ്രൽ എന്ത് വരും? ഇർഫാനെ, അഹമ്മദ് ഇർഫാൻ, integral of sin 2x. Cos. Integral of sin 2x. Integral of sin 2x. 0 to 2 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 sin 2x. 0 to 2
cos എന്താ മാളവിക? മാളവിക മാളവിക കേൾക്കുന്നോ? ഇല്ല. അഫ്സറെ? sir ഇന്റഗ്രൽ ഓഫ് സൈൻ ടു എക്സ് minus cos 2x by 2 മൈനസ് കോസ് 2x by 2 0 to pi by 4. കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റാം. ഞാൻ തൽക്കാലം -1/2 പുറത്തേക്ക് മാറ്റി. മൈനസും 1/2 പുറത്തേക്ക് മാറ്റി. കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റിയിട്ട് cos 2x ആണ് ബാക്കിയുള്ളത്. 0 to pi by 4 -1/2. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ cos 2 into pi by 4 അങ്ങനെ തന്നെ കിടക്കട്ടെ. 2 into pi by 4 മൈനസ് cos 2 into 0 -1/2 പുറത്തിട്ടു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. -1/2 into cos 2 into pi by 4 pi by 2 ആവും. cos pi by 2 മൈനസ് cos 0 എന്നാവും. -1/2 into cos 90. cos 90 എന്ത് വരും? 0. cos 90 0 മൈനസ് cos 0 1. 0 minus 1 minus 1 ആവും. -1/2 into -1 equal to 1/2. ഓക്കെ. കിട്ടിയോ അന്മേരി? കിട്ടി. ശരി ശരി. ഒരു എക്സാമ്പിൾ ചെയ്തേ. ഇന്റഗ്രൽ 2 to 3 1/x dx. ഇന്റഗ്രൽ 2 to 3 1/x dx. Integral 2 to 3. കിട്ടിയോ? ശരി. എന്താ ഫാത്തിമ സനം ഇതിന്റെ ഇന്റഗ്രൽ ഓഫ് 1/x -1/x square x square -1/x square. നോക്കട്ടെ എല്ലാവരുടെ ഉത്തരം അതാണോ എന്ന്. എന്താ സലാഹുദ്ദീനെ? sir log x log x. സനം എന്തായിരുന്നു പറഞ്ഞ സനമേ? അതെന്ത് സനാണെന്ന് പറഞ്ഞ? ഇന്റഗ്രൽ അല്ല പറഞ്ഞത്. ഡെറിവേറ്റീവാ പറഞ്ഞത് കേട്ടോ. ഡെറിവേറ്റീവ് ആണ് പറഞ്ഞത്. ഇന്റഗ്രൽ ഓഫ് 1/x log x 2 to 3. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ log 3, ലോവർ ലിമിറ്റ് log 2. This is equal to log 3/2. log a minus log b equal to log a by b.
log a by b. അടുത്തിട്ട് ചെറിയ ഹെഡിങ് കൊടുത്തത് കേട്ടോ. ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. Evaluation of definite integrals by substitution. Evaluation of definite integrals by substitution. Evaluation of definite integrals by substitution. സബ്സ്റ്റിറ്റ്യൂഷനിൽ തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട് കേട്ടോ. പുതിയ കാര്യങ്ങളൊന്നും പറയാനില്ല കേട്ടോ, അതിനകത്ത് പറയാനുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതെന്താണെന്ന് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. അതായത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്റഗ്രൽ നിങ്ങൾ എഴുതണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x² dx. ലിമിറ്റ് 0 to 1. ലിമിറ്റ് ഉണ്ടെങ്കിൽ അതെന്തായി? അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. ലിമിറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനിറ്റ് ഇന്റഗ്രലായി. ഇനി ചെയ്യാൻ പോകുന്ന എക്സസൈസിലേക്ക് വരും. ലിമിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച എക്സസൈസ് 1 ഉം 2 നമ്മൾ ഈ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് ഇല്ലാതെ എക്സസൈസ് 1 ഉം 2 വെറുതെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ആ ടൈപ്പ് ആവും. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും പറയണമെന്നില്ല കേട്ടോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നുള്ളൂ സബ്സ്റ്റിറ്റ്യൂഷൻ വേണോ വേണ്ടിയോ, എങ്ങനെ ചെയ്യാം. ഇന്റഗ്രേഷൻ നടത്തുക, ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രേഷൻ നടത്തുക, ലിമിറ്റ് കൊടുക്കുക. അത്തരം കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x² ആണ്. ഇതിന് നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ആ ലിമിറ്റിന്റെ കാര്യം ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x² കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? എങ്ങനെ ചെയ്യുമോ? f of x by f dash x ഫോമിലല്ല കിടക്കും. f of x by f dash x. f of x by f dash x. ആ ശരി. ആ അപ്പൊ log mod f of x. log mod f of x. log mod f of x. താഴത്തെ ഡെറിവേറ്റീവ് ആണോ മുകളിൽ നോക്കി? tan inverse x ന്റെ 1/1 + x² അല്ലേ? അല്ല മുള്ളേ, ആ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ വരുമ്പോഴല്ലേ അത് ചെയ്യണത്. ആലിയ തിരിഞ്ഞുപോയി. താഴത്തെ ഡെറിവേറ്റീവ് ആലിയ പറഞ്ഞ ഉത്തരം ശരിയാകുമായിരുന്നു. മുകളിൽ 2x വന്നം, ടാൻ ഇൻവേഴ്സ് എക്സ് അല്ല. മുകളിലെ 2x വരികയാണെങ്കിൽ താഴത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ഇതാണ് നമ്മുടെ ഫോർമുല. ഇന്റഗ്രൽ ഓഫ്, ഞാൻ ഇവിടെ എഴുതിക്കാം, ഇന്റഗ്രൽ ഓഫ് താഴെ എഫ് ഓഫ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവായ എഫ് ഡാഷ് എക്സ് മോഡിൽ വന്നം, എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡിഎക്സ്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് ആണ് അതിന്റെ ആൻസർ. ഇവിടെ അങ്ങനെയല്ല വന്നേക്കണത്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എന്താ ആലിയ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്? 1/1 + x². അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് എന്നാ വന്നേക്കണത്. ടാൻ ഇൻവേഴ്സ് എക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് 1/1 + x². എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് ആ. എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് അല്ല ഇത്. അതായത് ഇത് മൊത്തം ഒന്ന് അടുക്കി വെക്കണം കേട്ടോ. മനസ്സിലായി? സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മൊത്തം കൂടിക്കൊഴിഞ്ഞു പോവുക, അതാണ് പ്രശ്നം. ഒന്ന് കൃത്യമായിട്ട് അടുക്കി എടുത്ത് വെച്ചാലാണ് കേട്ടോ പറക്കി എടുക്കാൻ പറ്റുള്ളൂ. സലാഹുദ്ദീനെ പറഞ്ഞോ. ടാൻ ഇൻവേഴ്സിന് ടി എന്ന് കൊടുക്കാം. ടാൻ ഇൻവേഴ്സിന് ടി എന്ന് കൊടുക്കണം. ടാൻ ഇൻവേഴ്സിന് ടി എന്ന് കൊടുക്കുക കേട്ടോ എന്റെ മാർഗം. ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 + x. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഡി ടി ഈക്വൽ ടു ഡി എക്സ് ബൈ 1 + x² അല്ലെ? ഡി ടി ഈക്വൽ ടു നിങ്ങൾ എഴുതണ്ട കേട്ടോ മക്കളെ, എഴുതണ്ടോ? അപ്പം
എഴുതണ്ട. അതിന്റെ മെത്തേഡ് നമുക്കൊന്ന് എഴുതിയിട്ട് ചെയ്യാം കേട്ടോ. എഴുതണ്ട, ഞാൻ ചെയ്യുന്ന കണ്ടിരുന്നാൽ മാത്രം മതി. തൽക്കാലം എഴുതണ്ട, ഞാൻ പറഞ്ഞു തന്നോളാം. dt ഈക്വൽ ടു dx ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇന്റഗ്രേഷൻ. ഇന്റഗ്രൽ ഓഫ് കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഇന്റഗ്രൽ ഓഫ്, ഞാൻ ലിമിറ്റ് അവിടെ നിർത്തി കേട്ടോ, ലിമിറ്റ് ഇപ്പൊ എടുത്തിട്ടില്ല. ഇന്റഗ്രൽ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ dx ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് പറഞ്ഞേ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് പറഞ്ഞേ. ലിമിറ്റ് എടുത്തിട്ടില്ല കേട്ടോ, ലിമിറ്റ് എടുത്തിട്ടില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേ. എന്തുവരും ഫാത്തിമ ഇസ്മായിലെ? മനസ്സിലാക്കിയിട്ട് എഴുതിയാ മതി. dt by t. dt by t into dt. t into dt. dt. t dt. എന്താണ് ഇന്റഗ്രൽ ഓഫ് t dt? t square by 2. t square by 2 ഈക്വൽ ടു ടിക്ക് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്ന ടാൻ ഇൻവേഴ്സ് എക്സ് എന്നല്ലേ? തിരിച്ചു കൊടുത്താൽ എന്ത് വരും? tan inverse x whole square by 2. ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 to 1. ഇന്റഗ്രൽ 0 സൈഡ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 tan ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ dx ഈക്വൽ ടു ഇന്റഗ്രേഷൻ നമ്മൾ ഇവിടെ ചെയ്തായിരുന്നു. ഇന്റഗ്രേഷൻ ചെയ്ത് നമുക്ക് കിട്ടിയ ആൻസർ tan ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2 ആണ്. ഇവിടെ ലിമിറ്റ് കൊടുക്കും. 0 to 1 ലിമിറ്റ് കൊടുക്കുന്നു. ദെൻ അപ്പർ ലിമിറ്റ് കൊടുത്ത് പറഞ്ഞ ഷഹന. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒന്ന് കൊടുത്തേ. tan ഇൻവേഴ്സ് x-ന് പകരം 1 അല്ലേ? tan ഇൻവേഴ്സ് 1 ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ ബൈ 1 plus x square. 1 plus 1 square. കേട്ടില്ല? മൈനസ് tan inverse 0 the whole tan square. inverse 0 the whole square by 1. ആ ബൈ 2 വേണമെങ്കിൽ കോമൺ ആയിട്ട് മാറ്റാം കേട്ടോ. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നവരുടെ ഇഷ്ടമാണ് കേട്ടോ. ആ 1/2 വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റാമായിരുന്നു. കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റണമെങ്കിൽ മാറ്റിക്കൊള്ളുക. ഇല്ലെങ്കിൽ ഓരോ ടൈമിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ചെയ്യണവരുടെ സൗകര്യം പോലെ ചെയ്തോളുക. എന്താ tan ഇൻവേഴ്സ് 1? tan ഇൻവേഴ്സ് 1 എത്രയാണ് അഫിമോളെ? tan ഇൻവേഴ്സ് 1 എത്രയാ? 45 ആണോ? 45 എന്ന് പറഞ്ഞാൽ π/4. π/4 ന്റെ സ്ക്വയർ π സ്ക്വയർ ബൈ 16 അല്ലേ? π സ്ക്വയർ ബൈ 16 അല്ലേ? എന്ത് പിള്ളേർ നിങ്ങൾ മിണ്ടാത്തേ? π/4 tan ഇൻവേഴ്സ് 1 π/4 എന്തോ ശരിയല്ലേ? ശരി. ബൈ 2 ഉണ്ട്. ആ ബൈ 2 താഴെ കിടന്നോട്ടെ. അല്ലെങ്കിൽ കോമൺ ആയിട്ട് മാറ്റണോ? അത് നിങ്ങളുടെ സൗകര്യം കേട്ടോ. മൈനസ് tan ഇൻവേഴ്സ് 0. tan ഇൻവേഴ്സ് 0 എത്രയാണ്? എത്രയാ സാലിഹ? tan ഇൻവേഴ്സ് 0 പൈയല്ലേ? പൈയല്ലേ? അല്ല 0 അല്ലേ? 0. tan ഇൻവേഴ്സ് 0 ആണ് കേട്ടോ. tan 0 അല്ലേ? tan 0 ആണ്. tan ഇൻവേഴ്സ് 0 ആണ്. 0യുടെ സ്ക്വയർ ബൈ 2. 0/2 അതൊന്ന് പൊക്കോളും. അപ്പൊ എന്ത് വരും? π സ്ക്വയർ ബൈ 16/2. π സ്ക്വയർ ബൈ 16/2. π സ്ക്വയർ ബൈ 32 എന്ന ആൻസർ കിട്ടും. π സ്ക്വയർ ബൈ 32.
ഇത് ഫസ്റ്റ് ഇവാലുവേഷൻ മെത്തേഡ് എന്നാണ് പറഞ്ഞോ. രണ്ട് മെത്തേഡ് ഉണ്ട്, ഫസ്റ്റ് മെത്തേഡും ഉണ്ട്, സെക്കൻഡ് മെത്തേഡും ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ഈ ഇവാലുവേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. രണ്ട് രീതി വെച്ചാൽ രണ്ട് തമ്മിൽ ചെറിയ വ്യത്യാസമാണുള്ളത്. ഇതാണ് ആദ്യത്തെ രീതി. ആദ്യത്തെ രീതിയാണിത്, ഫസ്റ്റ് മെത്തേഡ്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സെക്കൻഡ് മെത്തേഡ് ആണ് കേട്ടോ. കൂടുതൽ ഉപയോഗിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും സെക്കൻഡ് മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡാണ് നമ്മൾ ശരിക്കും ശീലിക്കേണ്ടത്. ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് മെത്തേഡിൽ എന്താ ചെയ്തത് നോക്കി. നമ്മൾ സാധാരണ പോലെ ഇന്റഗ്രേറ്റ് ചെയ്തു അല്ലെ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ നമ്മുടെ ക്വസ്റ്റിനെ നമ്മൾ ടിയിലേക്ക് മാറ്റിയില്ലേ. ക്വസ്റ്റിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ടിയിലേക്ക് മാറ്റി. ടിയിലേക്ക് മാറ്റിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ടിയിൽ ആൻസർ കിട്ടി. നിങ്ങൾ നോക്കിക്കോട്ടെ, ബോർഡിൽ എഴുതിയേക്കണത്. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ ക്വസ്റ്റിനെ ടിയിലേക്ക് മാറ്റിയിട്ട് കിട്ടേക്കണത് ക്വസ്റ്റ്യൻ ടിയിലായി. ശരിയാലോ? ആൻസർ എങ്ങനെ കിട്ടി? ടിയിൽ കിട്ടി. ആൻസർ ടിയിൽ കിട്ടി. ആ ടിയിൽ കിട്ടിയ ആൻസറിനെ നമ്മൾ എങ്ങോട്ട് മാറ്റി? എക്സിലേക്ക് മാറ്റി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ടിയിലേക്ക് മാറ്റി, ടിയിലിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ആൻസറിനെ തിരിച്ച് എക്സിലേക്ക് മാറ്റി. ഇത്രയുമാണ് നമ്മൾ മുമ്പ് ചെയ്തേക്കണത്. ആദ്യ ഭാഗത്തെ എക്സസൈസുകളിൽ നിങ്ങൾ ഇവിടം വരെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്ന ഇവിടം വരെ ചെയ്തു, ഒരു പ്ലസ് സികളെയും കൊടുത്ത് നിർത്തി. അപ്പൊ ടിയിലേക്ക് മാറ്റിയതിനെ നമ്മൾ വീണ്ടും എക്സിലേക്ക്, ആൻസറിനെ എക്സിലേക്ക് മാറ്റിയിട്ട് എക്സിന്റെ ലിമിറ്റ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഈ ടിയിലേക്ക് മാറ്റൂലേ, ഈ ടിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആ ലിമിറ്റിനെയും ഒപ്പം ടിയിലേക്ക് അങ്ങ് മാറ്റും. തിരിച്ച് എക്സിലേക്ക് കൺവെർട്ട് ചെയ്യില്ല. തിരിച്ച് എക്സിലേക്ക് കൺവെർട്ട് ചെയ്യാതെ നമ്മൾ ഈ ലിമിറ്റിനെയും കൂടി എങ്ങോട്ട് മാറ്റും? ടിയിലേക്ക് മാറ്റും. ലിമിറ്റിനെയും കൂടെയും ടിയിലേക്ക് മാറ്റിയിട്ട് ഒറ്റയടിക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ആൻസർ എഴുതും. മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം. ഒരു കാര്യം ചെയ്യാം, ഇത് എഴുതിയിട്ട് നമുക്കിനി സമയം എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. ഇത് എഴുതിയതിനു ശേഷം നമുക്ക് അടുത്തിലേക്ക് പോകാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തേ, ഇപ്പൊ ഹെഡിങ് എഴുതി നിർത്തിയേക്കല്ലേ. ഫസ്റ്റ് മെത്തേഡ് എന്ന് ഒരു സബ് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് അതിന്റെ താഴെ എഴുതിക്കൊള്ളുക. ഗീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ദ വേരിയബിൾസ്. ഫസ്റ്റ് മെത്തേഡ് ആണ് എഴുതുന്നത് കേട്ടോ. ഗീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ദ വേരിയബിൾസ്. വേരിയബിളിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആൻഡ് ഒബ്റ്റെയിൻ ദ റിസൾട്ട്. ഗീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ദ വേരിയബിൾ and obtain the result in the given variable. And obtain the result in the given variable. Then apply limits. Then apply limits. Then apply limits. ആ എഴുതിയ കാര്യം എന്താ നോക്കി മക്കളെ. എഴുതിയ സ്റ്റെപ്സ് പറഞ്ഞേക്കണത് എന്താ നോക്കി. ഒന്നാമത് ഇപ്പൊ എഴുതിയ സ്റ്റെപ്സ് എന്താ പറഞ്ഞേക്കണത്? ഗീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ദ വേരിയബിൾ. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എക്സിൽ അല്ലായിരുന്നോ? എക്സിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമ്മൾ എങ്ങോട്ട് മാറ്റി? ടിയിലേക്ക് മാറ്റി കേട്ടോ. ഇപ്പൊ ചെയ്ത കാര്യം എന്താണെന്ന് പറയുന്നത്, ഗീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ദ വേരിയബിൾ. ക്വസ്റ്റ്യൻ എക്സിലായിരുന്നു, നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ടിയിലേക്ക് മാറ്റി. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത് നോക്കി. ആൻഡ് ഒബ്റ്റെയിൻ ദ റിസൾട്ട് ഇൻ ഗിവൺ വേരിയബിൾ. ആ കിട്ടുന്ന റിസൾട്ടിനെ എങ്ങോട്ട് മാറ്റണം? ഗിവൺ വേരിയബിൾ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എക്സ് അല്ലേ, എക്സിലേക്ക് മാറ്റണം. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ എക്സിൽ തന്നിരിക്കുന്നു, അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ടിയിലേക്ക് മാറ്റി, ആൻസർ കിട്ടി. ആ ആൻസറിനെ എങ്ങോട്ട് മാറ്റണം? എക്സിലേക്ക് മാറ്റണം. എന്നിട്ട് ലിമിറ്റ് കൊടുക്കണം. ഈ എക്സാമ്പിൾ എഴുതിക്കേ. എക്സാമ്പിൾ ബോർഡിലുണ്ട്, സ്ക്രീനിലുണ്ട് കേട്ടോ. എക്സാമ്പിൾ എന്ന് എഴുതിട്ട് ഇന്റഗ്രൽ 0 to 1 tan inverse x by tan inverse x by 1 plus x square dx. ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അടുത്ത മെത്തേഡ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ഇപ്പൊ ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. സാധാരണ പോലെ നിങ്ങൾ പഠിച്ചതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ടിയിലേക്ക് മാറ്റി, ടിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തു, ആൻസറിനെ എക്സിലേക്ക് മാറ്റി. ഇനി ലിമിറ്റ് കൊടുക്കുന്നു.
എഴുതി കഴിഞ്ഞോ? ശരി. എന്തെങ്കിലും ചോദിക്കാണ്ടേ പറഞ്ഞതിനകത്ത്? നമ്മൾ സാധാരണ പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ടിയിലേക്ക് മാറ്റി ഇന്റഗ്രേറ്റ് ചെയ്തു, കിട്ടിയ ആൻസറിനെ വീണ്ടും എക്സിലേക്ക് മാറ്റി ലിമിറ്റും കൊടുത്തു. ഇനി സെക്കൻഡ് മെത്തേഡ്. നിങ്ങൾ സെക്കൻഡ് മെത്തേഡ് എന്ന് എഴുതിക്കോട്ടെ മക്കളെ. വൈകുന്നേരം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എഴുതാവുന്ന അങ്ങ് എഴുതിക്കോ, സമയമാണവരെ. സെക്കൻഡ് മെത്തേഡ് എന്ന് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞവർ സെക്കൻഡ് മെത്തേഡ് എന്ന് കൊടുക്കുക. താഴെ എഴുതിക്കൊള്ളുക കേട്ടോ. ഗീവ് substitution to the variable and obtain the result in new variable. Give substitution to the variable and obtain the result in new variable. Give substitution to the result and obtain the result in new variable. Change the limits of integral. Change the limits of integral according to the substitution. Change the limits of integral according to the substitution. Change the limits of integral according to the substitution and apply the limits. Change the limits of integral according to the substitution and apply the limits. Change the limits of integral according to the substitution and apply the limits. അതെങ്ങനെയാന്ന് വൈകുന്നേരം ചെയ്തുതരാം കേട്ടോ. വൈകുന്നേരം ചെയ്തിട്ട് നമുക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir. ഓക്കെ, Thank you, sir. Thank you, sir. ഓക്കെ.